ഹലോ മൈ ഡിയേഴ്സ്, വീട്ടിൽ 2 സീ ഫുഡ് ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തപ്പി നമ്മളവിടെ പോകാറുണ്ട് കേട്ടോ. ഇത്തവണ അതുപോലൊരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് സാക്കാർ നഗറിലാണ് കേട്ടോ ഉള്ളത്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട് പരീക്ക കോസ്റ്റൽ വില്ലേജ് എന്നാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും വലിയ ദൂരമില്ല, ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഏരിയയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് മാംഗ്ലൂർ ക്യുസീൻ ആണ്. ഇവിടെ 2 പേർക്കും മാംഗ്ലൂർ ഫുഡ്, രണ്ടെന്നല്ല എല്ലാവർക്കും മാംഗ്ലൂർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് AC-യുടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. വന്നവർക്ക് എല്ലാവർക്കും റൂഫ് ടോപ്പിലായിരുന്നു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത്. ഇത് അവരുടെ തന്നെ ഒരു റൂഫ് ടോപ്പ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് അവർ പറഞ്ഞു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഓപ്പൺ സ്പേസ്, നല്ല ആംബിയൻസ് ആയിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിനെക്കാട്ടിലും ഇതായിരിക്കും കാണാൻ ഒന്നുകൂടി ഭംഗി. ബിക്കോസ് ഇതാകുമ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. കുഞ്ഞിന് അങ്ങനെ പെട്ടെന്ന് മുഷിയില്ല അവള്. മാത്രമല്ല ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ അവൾ കുറേ സമയം അത് നോക്കി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും ചെടികളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതുകൊണ്ട് അവൾ ഒരു ബഹളം ഉണ്ടാക്കിയില്ല, സുഖമായിട്ട് ഇങ്ങനെ കുറേ സമയം കിടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ മെയിനായിട്ട് സീ ഫുഡ് ഉണ്ട്, പിന്നെ അല്ലാതെ നോർമലായിട്ടുള്ള തന്തൂരി റോട്ടി എല്ലാം ഉണ്ട്. ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, പ്രോൺസ്, ലോബ്സ്റ്റർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ലോബ്സ്റ്റർ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മൾ പിന്നെ ആസ് യൂഷ്വൽ മോക്ക് വേണ്ടിയിട്ട് ക്രാബ് വാങ്ങിച്ചു. അവൾക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടം ക്രാബാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ക്രാബ് ഗീ റോസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ മസാല കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ക്രാബ് കഴിക്കില്ല, പ്രോൺസ് കഴിക്കില്ല, ഫിഷും വളരെ റെയറാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്ക് വേണ്ടിയിട്ട് നാനും പിന്നെ ക്രാബ് ഗീ റോസ്റ്റ് വാങ്ങിച്ചു. ഏട്ടനൊരു നീർദോസ റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോൺസ് പുളിമൂഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഞാൻ ട്രൈ ചെയ്തത് കൊറി റൊട്ടിയാണ്. ഇതൊരു മാംഗ്ലൂർ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. കൊറി റൊട്ടി എന്ന് പറയും. അതായത് ഈ കാണുന്ന പപ്പടം പോലത്തെ സാധനമില്ലേ, അത് റൈസ് വേഫറാണ്. അതിന് മുകളിലേക്ക് ചിക്കൻ കറി ഒഴിച്ചിട്ട് അത് കഴിക്കണം. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആദ്യം കുറച്ച് കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം നന്നായിട്ട് സോക്ക് ആകുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതൊന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ലോണം കഴിച്ചു തുടങ്ങി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തേങ്ങാപ്പാലിലാണെന്ന് തോന്നുന്നു ഈ ചിക്കൻ കറി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈൽഡ് സ്വീറ്റും അങ്ങനെ എരിവൊന്നുമില്ല, ഒരു ചെറിയ മൈൽഡ് സ്വീറ്റ്നെസ് ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഡെസേർട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റാഗി മഞ്ഞയാണ് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അടിപൊളി റാഗി പുഡിംഗ് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസ് വേർത്തായിരുന്നു വിസിറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.